മൂന്ന് പേരും ഹെവി ലേഡി ഡ്രൈവർമാരാണ്. കാശ്മീർ കാണണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ലോറി ഓടിക്കുകയാണെങ്കിൽ ഇതിനെ എവിടെ വേണേലും കൊണ്ടുപോകാൻ പറഞ്ഞു, ഇന്ത്യയിൽ എവിടെ വേണേലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ 20 വയസ്സായപ്പോഴേ എന്നെ ഇപ്പം വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒന്നുമല്ല പറഞ്ഞത്, ലൈസൻസിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. എനിക്ക് 20 ആയി, കറക്റ്റ് 2 മാസത്തെ ടൈമിൽ ലൈസൻസ് കഴിക്കും. പണ്ട് തൊട്ടേ നമ്മളൊരു ഫിലിമിലാണേലും ഒരു ലോറി ഡ്രൈവർ എന്ന് പറയുമ്പോൾ മീശയൊക്കെ പിടിച്ച് വെള്ളമൊക്കെ അടിച്ച് പെണ്ണുപിടി അങ്ങനെയുള്ളൊരു മോശം ഒരാളായിട്ടാണ് ചിത്രീകരിക്കാറ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അതിപ്പോൾ ഏത് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. സാധാരണ ഞങ്ങൾ ചിലവേ കൊടുക്കാറുള്ളൂ. അതെ, സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കുന്നില്ല. സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്, നല്ല അടിപൊളി ഫുഡ്, AC അത് കിടന്ന് ഉറങ്ങാം, ഇതൊക്കെയല്ലേ. അപ്പം കഴിഞ്ഞ ട്രിപ്പ് പോയതിന് ലക്നൗ പോയിച്ച് വന്നതിന് 20,000 രൂപ സാലറി മേടിച്ചിട്ട് നിൽക്കുന്ന ആളായത്. യാത്രകൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ? നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും പ്ലാൻ ചെയ്ത യാത്രകൾ ഒഴിവാക്കുമ്പോൾ ഇഷ്ടയാത്ര ചെയ്യാൻ ലോറി ഡ്രൈവിംഗ് പഠിച്ച ഒരു വീട്ടമ്മയുണ്ട് കോട്ടയത്ത്. ഏറ്റുമാനൂർ പുത്തേറ്റു വീട്ടിലെ ജലജ രതീഷ്. ഞാൻ ജലജ രതീഷ്, കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇന്ത്യ മുഴുവൻ ഇപ്പം നമ്മുടെ ലോറിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഇടയ്ക്കൊക്കെ എൻ്റെ കൂടെ 2 പേരും കൂടെ വരാറുണ്ട്. അപ്പം ഒരാൾ മോള്, അടുത്തയാൾ എൻ്റെ അനിയത്തി. അപ്പം ഞങ്ങൾ 3 പേരും ഹെവി ലേഡി ഡ്രൈവർമാരാണ്. ലോറി ഓടിക്കാമെങ്കിൽ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്യാം എന്ന ഭർത്താവിന്റെ വാക്കുകളായിരുന്നു ജലജയ്ക്ക് പ്രചോദനം. എനിക്ക് ചെറുപ്പം തൊട്ടേ യാത്രയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ആഗ്രഹമാണ് ശരിക്കും എന്നെ ഈ ലോറി ലൈഫിലേക്ക് എത്തിച്ചത്. ഞാനൊരു 10 വർഷം ആയതേ ഉള്ളൂ ലൈസൻസേ എടുത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞ് 2018 ഹെവി ലൈസൻസ് എടുക്കുന്നത്. പിന്നെ ചേട്ടായൊക്കെ ഇങ്ങനെ ലോറി ബിസിനസ്സാണ്, വർഷങ്ങളായിട്ട് ഇങ്ങനെ ലോറിയിൽ പോകാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവരെപ്പോഴും പോകുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വരണമെന്ന് പറയാറുണ്ട് കൂടെ. അപ്പോൾ ഇവരെ ഇടയ്ക്ക് 2-3 ട്രിപ്പ് കാശ്മീരൊക്കെ പോയി. അപ്പം കാശ്മീർ കാണണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ലോറി ഓടിക്കുകയാണെങ്കിൽ ഇതിനെ എവിടെ വേണേലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ എവിടെ വേണേലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ലോഡ് എടുത്ത് കാശ്മീരിന് പോകുന്നത്. ഞാനും ചേട്ടായും പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, ഞങ്ങൾ 3 പേരും ഇവിടെ പോയത്. അതൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. എന്നു വെച്ചാൽ ആദ്യത്തെ ഞാൻ കേരളത്തിന് വെളിയിലോട്ട് പറഞ്ഞാൽ മഹാരാഷ്ട്ര വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഓരോ സ്ഥലങ്ങളും കാണാനൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം, ഇൻട്രസ്റ്റും ആയിരുന്നു. അപ്പം അതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. കാശ്മീരൊക്കെ എനിക്ക് ഒരിക്കലും ആ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റത്തില്ല. വീട്ടമ്മ ലോറിയിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്നത് കണ്ടാണ് മകൾ ദേവികയും സഹോദരി സൂര്യയും ലൈസൻസ് സ്വന്തമാക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പ് എൻ്റെ ലക്നൗ ആണ്. അത് വെക്കേഷൻ ടൈമിലാണ് ഞങ്ങൾ പോയത്. അത് 2 വണ്ടിയിലായിട്ടാണ്, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വണ്ടിയിലും സൂര്യയൊക്കെ വേറൊരു വണ്ടിയിലും രാജേഷും കൂടെ ഞങ്ങൾ അങ്ങനെ പോയത്. അപ്പം ഞങ്ങളുടെ കൂടെ നമ്മുടെ ഒരു 3-4 വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നല്ല ജോളിയായിട്ട് വിളിച്ചു. ആ ഒറ്റ ട്രിപ്പിൽ ഞാൻ 8 സംസ്ഥാനങ്ങൾ പോയി കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുഞ്ഞുമോളുള്ളതുകൊണ്ട് ഒരു ടെൻഷൻ. പക്ഷെ അത് ലോറിയെ കയറി നമുക്ക് റെസ്റ്റ് എടുക്കുക, കിടക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് പിള്ളേർ ഒട്ടും മടുത്തില്ല. അവർക്ക് കിടന്നുറങ്ങാനും എല്ലാത്തിനും 3 പേർക്ക് കിടക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നമ്മള് കാറിൽ ഇരുന്ന് പോകുന്ന പറയുമ്പം ഒരു കുഴിയിലിരുന്ന് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക്. പക്ഷെ നമ്മൾ ലോറിയിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പൊക്കത്തിലായിരിക്കുന്നത്, നമുക്ക് വ്യൂ നല്ലപോലെ കാണാം, ദൂരേക്കുള്ള വ്യൂ കാണാം. പിന്നെ ലോറി എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സ്പീഡിലേ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. എവിടെ ചെന്നാലും ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിയും. അപ്പോൾ എല്ലാവരും നല്ല ഫുൾ സപ്പോർട്ടാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും ഒക്കെ. ചെറിയ കുട്ടികൾ വരെ, പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ലോറിയോടൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം എല്ലാവർക്കും നല്ല ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും. അതുമല്ല, ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാതിരുന്ന ആൾക്കാർ വരെ ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയി ഓടിക്കാൻ പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഒരു 18 വർഷമായിട്ട് ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാതിരുന്ന ഒരു ചേച്ചിയുണ്ട്. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ കാർ ഓടിക്കാൻ തുടങ്ങി. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു HM എന്നെ വിളിച്ചു, റിട്ടയർ ആയതാണ്. അപ്പോൾ HM 20 വർഷമായി ലൈസൻസ് എടുത്തിട്ട് ഓടിക്കലായിരുന്നു. ഇപ്പോൾ HM ഓടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്നോട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞ ദിവസം.
കോളേജിൽ ആദ്യം ഞാൻ ഇങ്ങനെ ആരുടെ അടുത്തും അങ്ങനെ ആദ്യം പറഞ്ഞില്ലായിരുന്നു. ലൈസൻസ് എടുത്തായിരുന്നു കുറച്ച് പേർക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ എനിക്ക് പൊതുവേ ആദ്യം ഈ ക്യാമറ ഭയങ്കര ഷൈ ആയിട്ടുള്ള ടൈപ്പായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആരോടും മിണ്ടാണ്ടിരുന്നിട്ട് എല്ലാവരും ഉണ്ടപ്പോൾ പിന്നെ എല്ലാവരും വന്ന് ചോദിക്കാനൊക്കെ തുടങ്ങി. പിന്നെ കുറേ പേരുണ്ടെങ്കിൽ അമ്മ വണ്ടിയിൽ പോകുന്നതല്ലേ ഞാൻ കാണാറുണ്ട്, അങ്ങനെ എല്ലാവരും വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി സംഭവം. പിന്നെ കുറച്ചുകൂടെ നമ്മുടെ ആ ക്യാമറ ഫേസ് ചെയ്യാനുള്ള ആ ഒരു പേടി അതൊക്കെ വരെ കുറേ മാറി. എനിക്ക് ആദ്യം ആൾക്കാർ അറിയുന്നെങ്കിൽ ഭയങ്കര ടെൻഷനായി, പേടിയായിരുന്നു. ജസ്റ്റ് സ്റ്റേജ് ഫിയർ ഉള്ളൊരു കൂട്ടത്തിലായിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെ അങ്ങ് മാറി. പിന്നെ എനിക്കിപ്പോൾ 20 വയസ്സായപ്പോഴേ എന്നെ ഇപ്പം വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒന്നുമല്ല പറഞ്ഞത്, ലൈസൻസിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. എനിക്ക് 20 1 മാസം കഴിഞ്ഞു, 2 മാസം കറക്റ്റ് 2 മാസത്തെ ടൈമിൽ ലൈസൻസ് കൈ കിട്ടി. അതായിരുന്നു കാര്യം. എല്ലാവർക്കും പൊതുവേ കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ സ്ത്രീകളെയും കൊണ്ട് പോകാനൊക്കെ ഒരു പേടിയുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതുവരെ പോയിട്ട് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇവർ കൂടെ ഉണ്ട്, എന്നാലും കൂടെ ഉണ്ടെന്ന് ഇല്ലെന്നാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് പുറത്തേക്ക് പോയി അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ചിലരൊക്കെ പറയും പിള്ളേരെയൊക്കെ വണ്ടിയെ കൊണ്ടുപോകണോ, ഈ ലോറിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണോ, പെൺപിള്ളേരെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ചിലരൊക്കെ ചോദിക്കും എവിടെയെങ്കിലൊക്കെ പോയി നിർത്തിയിട്ടിട്ട് എങ്ങനെയാണ് കിടന്നുറങ്ങണേ, ഈ ബാക്കി ഡ്രൈവർമാർ അങ്ങനെയുള്ള ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു ഇതും ഇതുവരെ ഇന്നവരെ ആരും അങ്ങനെ പറയുമോ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ബ്ലോക്കായിട്ടൊക്കെ വഴിയിലൊക്കെ കിടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ജെൻറ്റ്സ് മാത്രമേ അവിടെ കാണുള്ളൂ, ലോറി ഡ്രൈവർമാരാണ്, അല്ലാത്ത ഡ്രൈവർമാരൊക്കെ ആണെങ്കിലും. പക്ഷേ അവിടെയൊക്കെ ചെന്നാൽ അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ്, ഭയങ്കര കാര്യം എല്ലാവർക്കും, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ പോലീസുകാരാണെങ്കിലും RTOയിലൊക്കെ ചെന്നാൽ സാധാരണ ആൾക്കാരാണെങ്കിലും എല്ലായിടത്തും നല്ല സപ്പോർട്ടാണ്. നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും കാര്യമാണ്. ഏതൊരു തൊഴിലും പോലെ തന്നെയാണ് ലോറി ഡ്രൈവിംഗും. മറ്റു രാജ്യങ്ങളിൽ ലഭിക്കുന്ന ബഹുമാനമോ സ്വീകാര്യതയോ കേരളത്തിലെ ട്രക്ക് ഡ്രൈവേഴ്സിന് ലഭിക്കുന്നില്ല എന്നൊരു സങ്കടവും ഈ വനിതകൾക്കുണ്ട്. വിദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വൈറ്റ് കോളർ ജോബ് എങ്ങനെയാണോ അവിടെ ഒരു തരംതിരിവില്ല, ജോലിയുടെ ബേസിൽ അവിടെ തരംതിരിക്കുന്നില്ല ആൾക്കാരെ. എല്ലാവരും ജോലി ചെയ്യുന്നവർ, അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ബഹുമാനമുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പം അങ്ങനെയല്ല, ആ ഒരു വിഷമമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിപ്പോൾ ഞങ്ങളിപ്പം നിസാർ ഇപ്പോൾ RTOയിൽ പോകുന്ന കാര്യമാണല്ലോ, ഞങ്ങളിപ്പോൾ പെണ്ണുങ്ങളായതുകൊണ്ട് ഒരു ബഹുമാനം അല്ലെങ്കിൽ അവർ കാണുമ്പോഴുള്ള ഒരു നല്ലൊരു ഇതാണ്. പക്ഷെ അതേസമയം ഒരു മെയിൽ ഒരാൾ ഇറങ്ങി വരുവാണെങ്കിൽ ആക്ച്വലി മൈൻഡും ഇല്ല ഒന്നുമില്ല, ഒരുമാതിരി അവർ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ആരാണല്ലോ സംസാരിക്കുന്നത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പോലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് എന്താ പറയുക, അവർ റൂഡായിട്ടായിരിക്കും അവരോട് ഒന്നും അങ്ങനെ ഒരു ഇതുപോലും ഇല്ല. പണ്ട് തൊട്ടേ നമ്മളൊരു ഫിലിമിലാണേലും ഒരു ലോറി ഡ്രൈവർ എന്ന് പറയുമ്പോൾ മീശയൊക്കെ പിടിച്ച് വെള്ളമൊക്കെ അടിച്ച് പെണ്ണുപെടി അങ്ങനെയുള്ള മോശം ഒരാളായിട്ടാണ് ചിത്രീകരിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും എല്ലാവർക്കും ലോറി ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു മോശമെന്നുള്ളൊരു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അതിപ്പോൾ ഏത് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. അപ്പം ഇതിനെ അങ്ങനെ ഒരു ഇതിൽ കാണുകയേ വേണ്ട. അതുപോലെ ഇപ്പം ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട്, ചേച്ചി ലോറി ഓടിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഞങ്ങൾക്ക് ലോറി ഡ്രൈവർമാരോടൊരു ബഹുമാനം തോന്നുന്നുണ്ട്. ഇപ്പം ഒത്തിരി പേരെങ്ങനെ എന്നോട് പറയാറുണ്ട് കാണുമ്പോൾ. അപ്പോൾ അവരോടുള്ള ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയുടെ പുറകിൽ ചെന്ന് ഓണടിക്കും, കാറും കൊണ്ടൊക്കെ ചെന്നിട്ട് കുറേ ഓണടിക്കും, ഇവർ മാറ്റാത്തപ്പം. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോറിയിൽ പോകുന്നവർക്ക് പെണ്ണ് കിട്ടാറില്ല, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറേ നമ്മുടെ ഡ്രൈവർമാരുണ്ട്, ലോറി ഡ്രൈവറാണെങ്കിൽ കല്യാണം നടക്കാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ അതൊക്കെ മാറണമെന്നാണ് ഞാൻ പറയുന്നത്. ഒക്കെ മാറ്റം വരും. വാഹനം ഓടിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ക്ഷമയോടെ ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമാണ് ഡ്രൈവിംഗ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അതൊരു കോഴ്സായിട്ട് തന്നെ പഠിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളിൽ ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പോലെ തന്നെ അതൊരു കോഴ്സാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഒരു നല്ലതായിരിക്കും ചിലപ്പം. പിന്നെ നമ്മൾ ഡ്രൈവർമാർക്ക് നല്ലോടെ ക്ലാസ് കൊടുക്കണം, അതൊരു കാര്യമാണ്. പിന്നെ പലർക്കും പിന്നെ റോഡിൽ പാലിക്കേണ്ട മര്യാദകളൊന്നും അറിയത്തില്ലായിരിക്കും. പിന്നെ ബേസിക്കലി വണ്ടിയെ പറ്റി അറിയുന്നത് ഒരുപാട് നല്ലൊരു കാര്യം. ഇപ്പം ഞങ്ങൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. അത് ക്ലാസ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഫീച്ചേഴ്സും അതുപോലെ എങ്ങനെ ഓരോന്ന് വർക്ക് ചെയ്യുന്നതും അതിനെപ്പറ്റിയല്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രവർത്തനം മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും പറയുന്നത്, ഇപ്പം നിസ്സാര ഒരു കാര്യത്തിന് കാർ ഓടിക്കുമ്പോൾ എല്ലാവരും പറയും ക്ലച്ച് സംഭവം ഇതാവുന്നില്ല, അല്ലെങ്കിൽ വണ്ടി ഇന്ന് ഗിയർ മാറിപ്പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ പേര് പറയും എപ്പോഴാണ് മാറേണ്ടതെന്ന് അറിയത്തില്ല.
വണ്ടിയുടെ ആ ഒരു റേസിങ്ങും അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അതിപ്പോ കുറെ പേര് പറഞ്ഞ് ഇപ്പൊ എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം ഓടിച്ചോടിച്ച് നമുക്ക് എക്സ്പീരിയൻസ് അങ്ങനെ സത്യം പറഞ്ഞാൽ വണ്ടി എളുപ്പമുള്ള ഒരു കാര്യം. വണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഓടിക്കുന്നത് അതുപോലെ എളുപ്പമുള്ള കാര്യമാണ്. ചിലർ ഈ എന്താ പറയാ ശ്രദ്ധക്കുറവ് തന്നെയാണ് മിക്ക കാര്യങ്ങളിലും. അതുപോലെ തന്നെ പിന്നെ ഒരു മത്സരബുദ്ധിയോടെ നമ്മൾ മറ്റൊരാളെ കാണരുത്. ഒരു വണ്ടി മുന്നിൽ പോവുക അല്ലെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവരോടൊരു വൈരാഗ്യബുദ്ധിയോടെ കാണാൻ പാടില്ല. യാത്രകളോടുള്ള ഇഷ്ടം കൊണ്ട് ഈ വാഹനത്തിന്റെ സാരഥിയായ ഈ വനിതകൾ കണ്ടു തീർത്തത് ഇന്ത്യയിലെ പകുതിയോളം സംസ്ഥാനങ്ങളാണ്. എനിക്ക് തന്നെ ഇപ്പം കാശ്മീർ കാണണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്തിലാണ് ഞാൻ ഇപ്പോൾ ലോറി ഓടിക്കാൻ ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു 22 സ്റ്റേറ്റ് കണ്ടു, പിന്നെ ഒരു 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പോയി. ഇപ്പോൾ ഒരു 6 സ്റ്റേറ്റും കൂടെ ഉള്ളു ഇന്ത്യയിൽ പോകാനായിട്ട്. അപ്പോൾ എനിക്കത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ലോറിയിൽ വന്നത്. ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. നമുക്ക് കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഉറക്കം നടക്കില്ല, പ്രാഥമിക കാര്യങ്ങൾ നടക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹം അതാണ്, നമ്മൾ നന്നായിട്ട് നല്ലപോലെ സ്വപ്നം കാണുക, അല്ല ആഗ്രഹിക്കുക, അതുപോലെ തന്നെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് നേടാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ലോഡ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലോറി ബുക്കിംഗ് ഓഫീസ് വഴിയാണ് ലോഡ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണേലും അതെ, വേറൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് ചിലപ്പം ഷിംലയ്ക്കോ അല്ലെ കാശ്മീരിനോ അല്ലെ ബോംബെക്കോ, അപ്പോൾ ഏത് സ്ഥലത്തേക്കാണ് ലോഡ് പോകുന്നത് അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ലോഡ് എടുത്താണ് നാട്ടിലേക്ക് പോരുന്നത്. അപ്പോൾ അത് അവിടെയുള്ള ലോറി ബുക്കിംഗ് ഓഫീസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താണ് ലോഡ് എടുക്കുന്നത്. ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഞങ്ങൾ കാശ്മീർ പോയി ആപ്പിൾ സീസണിൽ. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ നമ്മൾ പൂനെ പോയിട്ട് പൂനെയിൽ നിന്ന് സവോള ലോഡ് എടുത്തിട്ടാണ് കാശ്മീർ. അപ്പോൾ കാശ്മീർ ഞങ്ങൾ ജമ്മു ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് ദൂരം ചെല്ലുമ്പം രാത്രിയായിരുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ വഴി ബ്ലോക്കായിട്ട് ലോറികൾ തന്നെ ഇങ്ങനെ കിടക്കുക. അപ്പം ഞങ്ങളും അതിൻ്റെ പുറകെ കൊണ്ടേ കിടന്നു. അപ്പോൾ രാവിലെ കേൾക്കുമ്പോഴാണ് കാണുന്നത് അവിടെ അധികം കടകളൊന്നുമില്ല, ഒരു കടയുണ്ട്, പിന്നെ വാഷ്റൂം സൗകര്യം അങ്ങനെയൊന്നുമില്ല. അപ്പം എന്നുവെച്ചാൽ ആ സമയത്ത് അവിടെ ജമ്മുവിൽ നിന്ന് ശ്രീനഗർ പോകുന്ന വഴിക്ക് കുറച്ച് ലാൻഡ് സ്ലൈഡിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഒരു ദിവസം വണ്ടി വിടും, ശ്രീനഗറിൽ നിന്ന് ഒരു ദിവസം ജമ്മുവിലേക്ക് വിടും. അങ്ങനെ ലോറികൾ മാത്രം കോൺവോയ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ വടച്ച് ബ്ലോക്കിൽ പെടുന്നത്. അപ്പോൾ അവിടെ ഒരു 6 ദിവസം ഞങ്ങൾ വഴിയിൽ ബ്ലോക്കായിട്ട് കിടന്നു. അപ്പോൾ 6 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ബ്ലോക്കായിട്ട് കിടന്നത് മൊത്തം ഞാൻ നോക്കിയിട്ടൊരു 10,000 അല്ല 10,000-ഓളം ലോറികളുണ്ട്. അതിലെല്ലാവരും ജെൻസ് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ലേഡിയായിട്ട്. പക്ഷേ എല്ലാവരും എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഡ്രൈവർമാരും ഉണ്ട്. എല്ലാവരുമായിട്ടും കമ്പനിയായിരുന്നു. ശ്രീനഗറിൽ നിന്ന് ആപ്പിൾ എടുത്തിട്ട് തിരിച്ച് പോരും. അപ്പോൾ ഞങ്ങൾ ശ്രീനഗർ തന്നെ നമ്മൾ ഓരോരുത്തർ വന്നിങ്ങനെ വീണ്ടും വഴി ബ്ലോക്കായിട്ട് അതും 6 ദിവസം ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും അവിടെ വഴി ശ്രീനഗർ കിടന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓരോ വീടുകളിലെ ആൾക്കാരൊക്കെ ഇത്താമാരൊക്കെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി, അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് തരും, കുളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. അങ്ങനെ ഭയങ്കര അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ തന്നെ ഭയങ്കര കാര്യമായിരുന്നു. അവരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട്. കഴിഞ്ഞ വെക്കേഷന് ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ലഡാക്ക് പോയ ട്രിപ്പ്, അവരെയൊക്കെ കുറേ പേരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി. അവർ വീട്ടിൽ ചെന്നിട്ട് വിടുക പോലും ഇല്ലായിരുന്നു, അത്രയും നല്ല സ്നേഹമായിരുന്നു. ഇവിടുത്തെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ വാഹനത്തിലെ സ്ഥിരം യാത്രികരാണ്. ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലിയാണ്. വീട്ടിൽ അനിയത്തിയുണ്ട്, അനിയനുണ്ട്, 3 മക്കളുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇപ്പോൾ ലോറിയിൽ ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവരിവിടെ ഉള്ളതുകൊണ്ട് പിള്ളേരെ ഞാൻ വെക്കേഷൻ ടൈമിലാണ് പോയത്. അപ്പം ബാക്കി ടൈമിൽ ഞാൻ ഇവർ വീട്ടിലുണ്ട്. കുക്കിങ്ങൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചേട്ടായി വീഡിയോ എടുക്കുക ചെയ്യുന്നത്, ക്യാമറാമാനാണ് ശരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ക്യാമറ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. കുക്കിങ്ങിനൊന്നും അധികം കൂടാറില്ല. ഞങ്ങൾ 24 hours ഇങ്ങനെ യാത്ര ചെയ്യുക, അല്ലാതെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. വളരെ അപൂർവമൊക്കെ ആയിട്ടുള്ള. അതിപ്പോ ലക്നൗ ഷിലോങ് ഒക്കെ പോയപ്പം ഞാനും അമ്മ ഡ്രൈവ് ചെയ്യുന്ന അച്ഛൻ വീഡിയോ എടുക്കാറ്. അപ്പം അതൊരു പ്രത്യേകത. ഞങ്ങള് 3 പേരുടെ, ഞാനും ചേട്ടായി മുത്തും പിന്നെ അനിയൻ്റെ മോളിൽ, ഞങ്ങളെല്ലാവരും കൂടെ 4 പേരുടെ ഞങ്ങൾ ഷില്ലോങ് പോയത്. അപ്പോൾ ഒരു 26 ദിവസം എടുത്തു ഷില്ലോങ് പോയിട്ട് വരാനായിട്ട്. അപ്പോൾ അത്രയും ദിവസം എന്ന് പറഞ്ഞാൽ ഞാനും മുത്തും തന്നെയാണ് കൂടുതൽ ഓടിച്ചത്. ഞങ്ങൾ മൊത്തം എത്ര 7,500 അങ്ങനെ കിലോമീറ്റർ ഓടിച്ചു. അതിലൊരു 500 കിലോമീറ്ററേ ചേട്ടായി വണ്ടി ഓടിച്ചിട്ടുള്ളൂ, ബാക്കി ഫുള്ള് ഞങ്ങൾ 2 പേരുടെ അടിച്ചത്. അതും അമ്മ പകൽ ഓടിക്കും, എനിക്ക് രാത്രി ഓടിക്കുന്നത് ഇഷ്ടം. അപ്പൊ ഞാനിപ്പോഴും നൈറ്റ് ഓടിക്കും. അപ്പൊ ഒരു 2-2:30 ഒക്കെ ആകുമ്പോ കയറി കഴിഞ്ഞാൽ 1 മണി 2 മണി ചിലപ്പോൾ 1 മണിയാകുമ്പോൾ കയറും, ചിലപ്പോൾ 2:30 ആകുമ്പോൾ കയറും. അമ്മ കൊണ്ടുപോയി നിർത്തുന്ന പോലെ അങ്ങനെ കയറി പിന്നെ വെളുപ്പിനെ ഒരു 7-8 മണി 9 മണി വരെയൊക്കെ ഓടിക്കും, ഫുഡ് കഴിക്കാൻ നിർത്താൻ വരെ.
വെക്കേഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ 2 മാസത്തെ അവധിയാണ് കിട്ടിയത്. 2 മാസവും ലോറിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ ലക്നൗവിന് പോയി. അത് ഞാനും പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു, 9 വയസ്സുള്ളൂ, ഗംഗ എന്ന പേര്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിക്കിളി എന്ന് എല്ലാവരും അറിയുന്നത്. അപ്പം അവളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി. അവളാണെങ്കിൽ കുറച്ച് ചെല്ലുമ്പോഴേ ഛർദ്ദിക്കും, വണ്ടിയിൽ കയറിയാൽ അങ്ങനെ മോഷൻ സിക്നെസ് ഉള്ള ഇത് കൂട്ടത്തിലായിരുന്നു. എന്നിട്ട് പക്ഷേ ഇവിടുന്ന് പോയി പക്ഷെ ആൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. വണ്ടിയിൽ പോയി എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോയി ഞങ്ങൾ അന്ന് 20 ദിവസം എടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് ഷിലോങ് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാനും അമ്മയും ഞങ്ങൾ 3 പേരുടെ പോകുന്ന ആദ്യം പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അവളും പറഞ്ഞു അവളും വരുന്നെന്ന് പറഞ്ഞു പിന്നെ ചാടിപ്പോന്നു. പക്ഷെ ആദ്യമായിട്ട് ആ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും അത്രയും ദിവസം മാറി നിൽക്കുന്നത്, ചുറ്റില്ലാണ്ട് അങ്ങനെ മാറി നിന്നിട്ടേ ഇല്ല അവൾ ചെറുത്. അപ്പോൾ ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഒരുക്കുന്നു ഇനി എങ്ങാനും തിരിച്ച് പകുതിയാകുമ്പോൾ കരഞ്ഞു കൂവി വല്ല വണ്ടിയും കയറ്റി വിടേണ്ട വരുമെന്ന് ആർക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ചെറുതിനെ വിട്ടിട്ടിടാൻ. അത് കഴിഞ്ഞ് പിന്നെ പക്ഷേ ആൾ അത്രയും ദിവസം നല്ല എനർജി. ഞങ്ങൾ ഇവിടുന്ന് പോയി വഴി കാണും. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഗോദാവരിയിൽ ഞങ്ങൾ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു. ഛത്തീസ്ഗഡൊക്കെ കയറി കഴിഞ്ഞപ്പോൾ വെള്ളം കണ്ട അപ്പോൾ വെള്ളത്തിൽ ചാടണം. ഞങ്ങൾ അവിടെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയി. അതപ്പോൾ ഒരു 3500 സ്റ്റെപ്പ് ഇറങ്ങി വേണം നമ്മൾ പോകാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 7000 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, 7200 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്നേ വരെ ട്രക്ക് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് സംഭവം ട്രക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്കിങ്ങനെ എല്ലാവരും ഒറ്റ ദിവസം പോയിട്ട് വരാമെന്നുള്ള. അപ്പോൾ ഇവള് പക്ഷെ നല്ല എനർജറ്റിക് ആയിരുന്നു. അവർക്ക് ഇങ്ങനെ മടിയോ അങ്ങനെ അല്ലെങ്കിൽ മടുപ്പോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. രാവിലെ ഞങ്ങൾ ഇറങ്ങി പോയിട്ട് സന്ധ്യയായപ്പോഴത്തേനും തിരിച്ചു കയറി വന്നു. പക്ഷെ നല്ല എനർജി ആയിരുന്നു, ഫ്രണ്ടിലോട്ടായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ കുളിച്ചു. അവിടെയും പോയി വെള്ളത്തിൽ ചാടാൻ എവിടെ പറഞ്ഞോ അങ്ങോട്ട് വരും. അതായിരുന്നു മെയിൻ. അങ്ങനെ നല്ല 46 ദിവസം ഇവർ രണ്ടുപേരും ഞങ്ങളോട് ലോറിയിലാണ്. ഇനിയിപ്പോൾ ലോറിയിൽ എനിക്ക് ത്രിപുര, നാഗാലാൻഡ് ആ സൈഡിലോട്ട് പോകണമെന്നുണ്ട്, മണിപ്പൂർ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്. അങ്ങോട്ട് വണ്ടികൾ പോകുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ വേറെ ഏതെങ്കിലും ട്രിപ്പിലാവുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് ലോഡ് വരുന്നത്. അതിന് കുറേ ആയിട്ട് എപ്പോഴും ഈ ഒരു സൈഡ് അങ്ങോട്ട് ആ ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിലോട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പം അവിടെ വരെ പോയിട്ടുള്ളൂ, അത് കഴിഞ്ഞധികം പോയിട്ടില്ല. പിന്നിപ്പോൾ പോകണം. ഭർത്താവും അനുജനും മാത്രം ഓടിച്ചിരുന്ന ലോറി ഇപ്പോൾ പുത്തേറ്റ് വീട്ടിലെ ഏവരുടെയും പ്രിയ വാഹനമാണ്. ഇപ്പം എനിക്ക് വണ്ടിയല്ലേ ഓടിക്കാൻ കിട്ടുന്നില്ല. ഞാൻ കുറച്ച് ക്ഷമ പഠിച്ചു, അതൊരു മെയിൻ കാര്യം. അത് ശരിയാട്ടോ, ഇച്ചിരി ക്ഷമ പഠിച്ചിട്ടുണ്ട്. 2 വീലർ ഓടിക്കാൻ പഠിപ്പിച്ച അങ്കിളെന്നെ പഠിപ്പിച്ചേ. പിന്നെ 4 വീലും ലോറിയൊക്കെ അച്ഛനോട്. ഞാൻ വണ്ടി ഓടിക്കാൻ ഫസ്റ്റ് പഠിച്ചതെന്ന് പറയുന്നത് പിക്കപ്പയിലാണ് പഠിച്ചത്. ഇപ്പോൾ 4 വീലർ തുടങ്ങിയത് തന്നെ ഈ ടയർ എടുക്കാൻ വേണ്ടി കുറച്ചും പോകുമായിരുന്നു, വണ്ടിക്ക് ലോറിയുടെ ടയർ എടുക്കാൻ. അപ്പോൾ ആ കൂടെ പോയി അങ്ങനെയാണ് ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നത്. അല്ലാണ്ട് ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരോടാണ് മൊത്തം പഠിപ്പിക്കുന്നത്. ലോറി ഫീൽഡിലായിരുന്നാലും കുറേ വർഷമായിട്ട് ഒരു 2008-2009 ശേഷം പിന്നെ വണ്ടിയിൽ പോകുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മളിപ്പം ഈ 2022 തൊട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇപ്പോൾ ഇങ്ങനെ വ്ളോഗും ഒക്കെ ആയതുകൊണ്ടാണ് ഇപ്പോഴും മിക്കവാറും പോകുന്നത്. പിന്നെ ഇപ്പം എന്നാ ഒരു ആസ്വദിച്ച് പോവല്ലേ ഇപ്പം. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും പോകണമെന്ന് എനിക്ക് ഇപ്പോഴും തോന്നി തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്നാ പോകുന്നതായി അധികം ചോദിക്കാറ്. വീട്ടിൽ വന്ന് അധികം ദിവസം നിൽക്കാനാണ് താല്പര്യമില്ലാത്ത. അതെ, കുറച്ച് ദിവസം ഒരു 8-10 ദിവസമൊക്കെ നിന്ന് കഴിയുമ്പോൾ അടുത്ത എങ്ങോട്ടെങ്കിലും പോയേക്കാം. പിന്നെ അന്നേരം നമുക്ക് ഏതെങ്കിലും പോകാത്ത സ്ഥലത്തേക്ക് വീണ്ടും ലോഡ് കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് അങ്ങ് പോകും. വീട്ടിലുള്ള സ്ത്രീകളെയെല്ലാം ഡ്രൈവറാക്കിയപ്പോഴും രതീഷിനോട് കൂലി ചോദിച്ചു വാങ്ങിയത് മകൾ മാത്രമായിരുന്നു. സാധാരണ ഞങ്ങൾ ചിലവേ കൊടുക്കാറുള്ളൂ. ഇത്ര സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്, നല്ല അടിപൊളി ഫുഡ്, AC അത് കിടന്ന് ഉറങ്ങാം, ഇതൊക്കെ ഇല്ലേ. അപ്പം കഴിഞ്ഞ ട്രിപ്പ് പോയതിന് ലക്നൗ പോയിച്ച് വന്നതിന് 20,000 രൂപ സാലറി മേടിച്ചിട്ട് നിൽക്കുന്ന ആളായത്. അങ്ങനെയല്ല, ആദ്യത്തെ 2 ട്രിപ്പ് പോയപ്പോൾ എന്നോട് പറഞ്ഞു സാലറി തരത്തില്ല, കിളിയായിട്ടാണ് പോകുന്നത്, കിളിക്ക് ചിലവ് മാത്രമേ ഉള്ളൂ, സാലറി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2ാമത്തെ ട്രിപ്പ് പോയപ്പോൾ പിന്നെ സാലറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, സാധാ ഡ്രൈവർമാരിരിക്കുന്ന പോലെ ഫുൾ ടൈം ഇരുന്ന് വണ്ടി ഓടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലൈസൻസ് കിട്ടില്ല, അതിന് മുന്നേ ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോഴത്തേക്ക് അതിന് മുന്നേ എങ്ങനെ ചാർജ് ചെയ്യാൻ പറഞ്ഞു, ഓരോ കല്ല് വണ്ടിയുടെ ടയറാൻ നിൽക്കുക എനിക്ക് 50 രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ തന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് 2ാമത്തെ ഈ ലക്നൗവും ഇപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഫുള്ളിരുന്ന് വണ്ടി ഓടിക്കുകയാണെങ്കിൽ സാലറി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ വണ്ടി ഫുൾ ഓടിക്കാമെന്ന് പറഞ്ഞു. വണ്ടി ഓടിക്കുന്നതിന് മടുപ്പില്ലാത്തതുകൊണ്ട് വണ്ടി ഫുൾ ഓടിക്കാമെന്നും പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സാലറി തന്നു. അപ്പോൾ ഞാൻ കറക്റ്റിന് ഓടിച്ചു. രാത്രി ഇവരെല്ലാവരും കിടന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ ഓടിച്ചു. പുത്തേറ്റ യാത്രകൾ ഇന്നും മലയാളികൾക്ക് പരിചിതമാണ്.
എല്ലാ യാത്രകളും പുത്തേറ്റു ട്രാവൽ വ്ളോഗിലൂടെ മലയാളികളിലേക്ക് ഇവർ എത്തിക്കുന്നുണ്ട്. കളിയും ചിരിയുമായി രതീഷും ജലജയും അടുത്ത ട്രിപ്പിനായി കാത്തിരിക്കുകയാണ്. ഒപ്പം അവരുടെ കാഴ്ചക്കാരും.